വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പേഴ്സണലൈസ്ഡ് ആയിട്ട്, കസ്റ്റമൈസ്ഡ് ആയിട്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി കർത്താവ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിന് ഏറ്റവും യോജിച്ച രീതിയിൽ കർത്താവ് അത് പ്ലാൻ ചെയ്യുന്നു, കർത്താവ് അത് പൂർത്തീകരിക്കുന്നു. ആമേൻ. ഞാനത് വിശ്വസിക്കുന്നു. പലരുടെയും ലൈഫിൽ കർത്താവ് ചുമ്മാ ഒരു അനുഗ്രഹമല്ല അയക്കുന്നു, നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആമേൻ. സോ ആ കർത്താവ് നമുക്കൊന്ന് ഒരുമിച്ച് സ്തുതിക്കാം, ആ കർത്താവിനെ ഒന്ന് ഒരുമിച്ച് നമുക്ക് വാഴ്ത്താം. കർത്താവ് ഇന്നും ചിലരുടെ ലൈഫിൽ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാലും ലൈവ് ചാറ്റിൽ ആമേൻ ഇടുക. നിങ്ങൾ ആമേൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഒരു കീ സ്പോൺസർ ഉണ്ട്. നമുക്ക് എറണാകുളത്ത് നിന്നുള്ള ഒരു വെൽവിഷർ ആ സിസ്റ്ററിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ സിസ്റ്ററിന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകന്റെ അഡ്മിഷൻ ലഭിച്ച് കോളേജിന്റെ മിനിമം ഫീസ് കർത്താവെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയ അത്ഭുതങ്ങൾ ആ മൂത്ത മകന്റെ ലൈഫിൽ നടക്കട്ടെ. രണ്ടാമത്തെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ഫാദർ. തുടങ്ങാനിരിക്കുന്ന ബിസിനസ് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ഭവനപ്പണി എത്രയും വേഗം തുടങ്ങുവാനും അതിന്റെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്റെ മേൽ സകല തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ റദ്ദാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയൊരു അത്ഭുതം കുടുംബത്തിന് മേൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും അത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ October 11 to 13 നമ്മുടെ യൂത്ത് കോൺഫറൻസിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും. അതിശക്തമായ ചില ഗസ്റ്റ് സ്പീക്കേഴ്സ്, പാസ്റ്റർ റീനു കുമാർ ഫ്രം ചെന്നൈ, പാസ്റ്റർ ജോഷു ആൻഡ്രൂസ് ഫ്രം മസ്കറ്റ്, പാസ്റ്റർ സ്റ്റാൻലി തോമസ്, എമി മറിയം സ്റ്റാൻലി തുടങ്ങിയുള്ള പല വ്യക്തികളും കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. യങ്സ്റ്റേഴ്സിന് വേണ്ടി, ടീനേജേഴ്സ് ആൻഡ് യൂത്ത്സിന് വേണ്ടിയുള്ള കോൺഫറൻസ് ആണ് ഇത്. ആരും മിസ് ചെയ്യരുത്. വലിയ റിവൈവൽ കർത്താവ് ഈ സീസണിൽ യുവാക്കളുടെ ഇടയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നിങ്ങളുടെ മക്കളെയും അയക്കുക. നിങ്ങളൊരു യൂത്ത് ആണെങ്കിൽ, 13 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണെങ്കിൽ, 30 വയസ്സ് വരെയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളും തീർച്ചയായും കടന്നു വരിക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ സമയത്ത് വചന സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഐ എം സോ ഹാപ്പി. എന്നും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിരിക്കാൻ കർത്താവ് ഒരു വലിയ ഭാഗ്യം തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എത്ര പേരിത് മുടങ്ങാതെ കാണുന്നുണ്ട്. ഒരിക്കൽ മോർണിംഗ് ഗ്ലോറി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ബ്രേക്ക് എടുക്കരുത്, പ്ലീസ്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് അബൌട്ട് മീ, ദിസ് ഇസ് അബൌട്ട് ജീസസ് ആൻഡ് ഹിസ് വേർഡ്, ഇറ്റേണൽ വേർഡ്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതിന് നമ്മെ ഒത്തിരി രീതിയിൽ അനുഗ്രഹിക്കാൻ കഴിയും, ഇല്ലേ? നമ്മളെ ശാസിക്കാനും ഗുണദോഷിക്കാനും വരെ ദൈവത്തിൻ്റെ വചനം മതി. നീതിയിലെ അഭ്യാസത്തിന് ഇത് മതി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പുരുഷൻ എല്ലാത്തിലും വക പ്രാപിച്ച് വളരുവാൻ ആവശ്യമുള്ളതാണ് ദൈവവചനം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവൈൻ പ്രോസ്പെറിറ്റി, ദൈവികമായ ദൈവത്തിൽ നിന്നുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന അഭിവൃദ്ധിയുടെ ചില തത്വങ്ങളാണ്. അതിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യ ദിവസം മുതൽ പറയുന്നുണ്ട്, ഡോണ്ട് ഈവൻ മിസ് വൺ ഓഫ് ദീസ് ഡേയ്സ്, ടീച്ചിങ് ഓഫ് വൺ ഓഫ് ദീസ് ഡേയ്സ്. ഒരെണ്ണം പോലും മിസ്സാകരുത്. അഥവാ ഒന്ന് മിസ്സായെന്ന് തോന്നിയാൽ യൂട്യൂബിൽ ചെന്നത് കാണണം. യൂട്യൂബിൽ പ്ലേലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബ്ലെസ്സിംഗ് ടുഡേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിൽ ഇത് നിങ്ങൾക്ക് ആർക്കൈവ്സിൽ ഉണ്ടായിരിക്കും. അതുപോലെ ടി വിയിൽ കാണുന്നവരുണ്ട്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മുടങ്ങാതെ കൃത്യസമയത്ത് കാണണേ. മറ്റുള്ളവരോട് ഈ ടി വി പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. അതിൻ്റെ ഓഡിയോ വേർഷൻസ് നമുക്ക് ഗൂഗിൾ പോഡ്കാസ്റ്റ്, അതുപോലെ ആപ്പിൾ പോഡ്കാസ്റ്റ്, ഇതിലൊക്കെ അത് ലഭിക്കും. നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ബ്ലോഗുണ്ട്. ഇംഗ്ലീഷിൽ വായിക്കേണ്ടവർക്ക് അത് വായിക്കാം. അത് ദിവസത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും.
പല തിയോളജിയൻസിൻ്റെ നെറ്റ് ചുള്ളുകയും ഒരു ആക്രോശിക്കുകയും ചെയ്ത അഭിവൃദ്ധിയുടെ സുവിശേഷം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അഭിവൃദ്ധിയുടെ സുവിശേഷം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി ഓഫ് സച്ച് തിങ്സ്. എന്നാൽ ഞാൻ ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിൽ യേശുവിൻ്റെ കാര്യം നമ്മൾ കണ്ടു. യേശുവിൻ്റെ ജീവിതം വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ യേശു എന്നുള്ളൊരു ടീച്ചിങ് ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. അത് യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യു ജസ്റ്റ് സെർച്ച്. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുക്കി പോകേണ്ടവരല്ല. മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there. എങ്ങനെയാണ് ദൈവം അഭിവൃദ്ധിയെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കാണുന്നത്? സങ്കീർത്തനങ്ങൾ 1:1 മുതൽ 3 വരെ നമ്മൾ കണ്ടു. യോശുവയുടെ പുസ്തകം 1:8 കണ്ടു. 35-ാം സങ്കീർത്തനം 27-ാമത്തെ വചനം കണ്ടു. തൻ്റെ മക്കളുടെ, തൻ്റെ ദാസന്മാരുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന, പ്രസാദിക്കുന്നൊരു ദൈവമുണ്ട്. 2 ദിനവൃത്താന്തം 2:20 കണ്ടു. 2020 ഓർത്താൽ മതി. എല്ലാവരും ഒന്ന് പറഞ്ഞു 2020. അതിൽ പറയുന്നതനുസരിച്ച് ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ, ദൈവമാക്കി വെച്ച ശുശ്രൂഷകരിൽ, അഭിഷിക്തരിൽ നിങ്ങൾ വിശ്വസിച്ചാൽ യു വിൽ പ്രോസ്പർ. അതിൻ്റെ അർത്ഥം ദൈവത്തിന് കീഴടങ്ങണം. ദൈവം നിങ്ങളുടെ മുകളിൽ ആക്കി വെച്ച ശുശ്രൂഷകർക്കും സമർപ്പിച്ചാൽ 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ വായിക്കുമ്പോൾ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ആ ഒരു വലിയ കൃപ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവർ ആദ്യമേ തങ്ങളെ തന്നെ ദൈവത്തിനും അതിനുശേഷം ഞങ്ങൾക്കും ഏൽപ്പിച്ചു എന്ന് വെച്ചാൽ ശുശ്രൂഷകർക്കും ഏൽപ്പിച്ചു. ആ ഒരു വിധേയത്വം ഒക്കെ ജീവിതത്തിൽ കാണിച്ച് ഡിവൈൻ അലൈൻമെൻറ്റിൽ നിൽക്കാമെങ്കിൽ ഡിവൈൻ പ്രോസ്പെരിറ്റി വരും. ഒന്നിനും മുടക്കമുണ്ടാകുകയില്ല. നെഹമ്യാവിൻ്റെ പുസ്തകം 2:20 വലിയ വെല്ലുവിളിയുടെ നടുവിൽ നിന്നുകൊണ്ട് നെഹമ്യാവ് പറയുകയാണ്, ദ ഗോഡ് ഓഫ് ഹെവൻ ഹിംസെൽഫ് വിൽ പ്രോസ്പർ us. സ്വർഗത്തിലെ ദൈവം, മലയാളം ട്രാൻസ്ലേഷൻ കറക്റ്റ് ആയിട്ടില്ല. മലയാളം ട്രാൻസ്ലേഷൻ പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ദ ഗോഡ് ഓഫ് ഹെവൻ ഹിംസെൽഫ് വിൽ പ്രോസ്പർ us. ഞങ്ങൾക്ക് അഭിവൃദ്ധി തരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. 3 യോഹന്നാൻ 2 നമ്മൾ കണ്ടു. അതിൽ പറയുന്നത്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ നമുക്ക് ക്ലിയർ ആണ്. അവിടെ പറയുന്ന ഐ പ്രേ ദാറ്റ് യു സ്പിരിറ്റ് മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്, ദാറ്റ് മീൻസ് ഓൾ മെറ്റീരിയൽ തിങ്സ്, ആൻഡ് ബി ഇൻ ഹെൽത്ത് ബോഡി ജസ്റ്റ് ആസ് യുവർ സോൾ. അവിടെ സോൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 4 മേഖലകളിലും ഒരു വലിയ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് അന്നത്തെ കാലത്തെ സീനിയർ മോസ്റ്റ് അപ്പസ്തോലനായ യോഹന്നാൻ അപ്പസ്തോലനാണ് എഴുതുന്നത്, പ്രാർത്ഥിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ അപ്പസ്തോലന്മാരും രക്തസാക്ഷികളായപ്പോൾ ഇദ്ദേഹം മാത്രം ഒരുപക്ഷെ തൻ്റെ 90കളിൽ താൻ ജീവിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം എഫേസോസിലായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് യേശുവിൻ്റെ അമ്മ മറിയയും കൂടെ ഉണ്ടായിരുന്നു
എന്നാണ് പറയപ്പെടുന്നത്. ഓൾറൈറ്റ്, ഇനി ഡേവിഡ് ഒയെഡപ്പോ എന്ന് പറയുന്നൊരു ദേവദാസനുണ്ട് നൈജീരിയ. ഞാനവിടെ പോയിട്ടുണ്ട്, ഒരു കാനൻ ലാൻഡ് എന്ന് പറഞ്ഞ ക്യാമ്പസിൽ പോയിട്ടുണ്ട്. ഇറ്റ്സ് ആൻ അമേസിങ്. ഗിന്നസ് ബുക്കിൽ പോലും പേരുള്ള ഒരു ചർച്ച് പില്ലറുകളില്ലാതെ അദ്ദേഹം പണിതിട്ടുണ്ട്. ഒറ്റയടിക്ക് ഒത്തിരി പേർക്ക് ഇരിക്കാവുന്ന, കൃത്യം ഞാൻ മറന്നുപോയി, എനിക്ക് തോന്നുന്നു 1,00,000 പേരാണോ 1,00,000 പേരാണോ അത്രയും പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു സാങ്ച്വറി അദ്ദേഹം പണിത്. അദ്ദേഹം പറയുന്നത്, ഐ കനോട്ട് ബി പുവർ. പോവർട്ടി ഈസ് നോട്ട് നോബിൾ ഓർ ഡിഗ്നിഫൈങ്. എനിക്ക് ദരിദ്രനായി ജീവിക്കാൻ പോലും സാധ്യമല്ല. കാരണം ദാരിദ്ര്യം ഒരിക്കലും നോബിൾ അല്ല, ഒരു കുലീനമായ ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഗ്നിഫൈങ്, അന്തസ്സുള്ള കാര്യവുമല്ല. അദ്ദേഹം തന്നെ പറയാണ്, വി ഷുഡ് ബ്രേക്ക് ദ നെക്ക് ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിൻ്റെ കഴുത്ത് നമ്മൾ ഒടിക്കണം. കാരണം ദരിദ്രരുടെ കഷ്ടതകൾ എത്ര വലുതാണ്. ദാരിദ്ര്യത്തിലൂടെ പോകുമ്പോൾ ഒത്തിരി പേരും പല മേഖലകളിലും ഇൻകപ്പാസിറ്റേറ്റഡ് ആയി പോകുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം. ക്രൈസ്തവ സഭകൾക്ക് വേണ്ടത്ര പണമുണ്ടായിരുന്നെങ്കിൽ എത്ര ശക്തമായ രീതിയിൽ അവർക്ക് ശുശ്രൂഷയും സാമൂഹിക സേവനവും ചെയ്യാൻ കഴിയുമായിരുന്നു. ചില സഭകൾക്കുണ്ട്, നല്ലത്. എന്നാൽ വേണ്ടത്ര പണം, ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പ്രോജക്റ്റുകൾ സഭകൾ ചെയ്തേനെ. ഇനി ഭയങ്കര ഹാർട്ടുള്ള ചില ദൈവമക്കളുണ്ട്, കർത്താവേ എനിക്ക് എന്തെല്ലാം ചെയ്യണം അതെല്ലാം ചെയ്യണം, പക്ഷേ കാശില്ല, പോക്കറ്റ് കാലിയ, അതുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുന്നില്ല. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് 5 മക്കളെ ദൈവം ദാനമായി തന്നു ബ്രദറെ, പ്രാർത്ഥിക്കണം. പക്ഷേ ഓരോരുത്തരും ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക. നഴ്സറി മുതൽ ഓരോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കണം. മക്കളൊക്കെ നന്നായി പഠിക്കും, പക്ഷേ നല്ല ഏതെങ്കിലും കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും വിടാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഞങ്ങൾക്ക് പ്രോപ്പർട്ടിയും ഇല്ല, ഞങ്ങൾക്ക് ബാങ്കിൽ ചെന്നാൽ സ്റ്റഡി ലോൺ പോലും കിട്ടില്ല ബ്രദറെ, പ്രാർത്ഥിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വളരെ ബുദ്ധിവൈഭവമുള്ളവരും നന്നായി പഠിക്കുന്നവരും മാർക്ക് വാങ്ങുന്നവരുമാണ്, പക്ഷെ കാശില്ല പഠിപ്പിക്കാൻ. സോ ഭയങ്കരമായ വളർച്ചയുടെയും വികസനത്തിൻ്റെയും ഭാവിയുടെയും സാധ്യതകൾ അവിടെ വെച്ചുള്ളടയാണ്. Tell me, is poverty noble? Is poverty good? എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ദരിദ്രനാക്കണമേ, എന്നെ ദരിദ്രനെ എങ്ങനെയെങ്കിലും കർത്താവ് എൻ്റെ കയ്യിലുള്ള എല്ലാ കാശും എടുത്തു കളഞ്ഞു, എൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും മാറി, എന്നൊരു വലിയ ദരിദ്രനായി, ഭക്തനായി, ഒന്നുമില്ലെങ്കിലും വലിയ ഭക്തനായ ആത്മീയത്തിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിച്ചാൽ തന്നെ അത് മണ്ടത്തരമാണ്. ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത്, we are a spirit being living in a material body. നമ്മൾ ആത്മാക്കളാണ്, ദൈവത്തെ പോലെ തന്നെ. ദൈവം ആത്മാവാണ്, ഞാനും ആത്മാവാണ്. ബട്ട് ഐ എം ലിവിങ് ഇൻ എ ബോഡി. ഈ ബോഡി മെറ്റീരിയലാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മെറ്റീരിയൽ നീഡ്സ് ഉണ്ട്. ആ മെറ്റീരിയൽ നീഡ്സ് മീറ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ളതാണ് പ്രോസ്പെറിറ്റി. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇത് കേൾക്കുന്ന എല്ലാവരും ബില്യണേഴ്സ് ആകണം, ട്രില്യണേഴ്സ് ആകണം, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവം നിങ്ങളെ ഈ ഭൂമിയിലേക്ക് എന്തിനു വേണ്ടി അയച്ചു, അത് ചെയ്തു തീർക്കാൻ ആവശ്യമായ റിസോഴ്സസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പറയുന്നു. ദാറ്റ് ഈസ് ഡിവൈൻ പ്രോസ്പെറിറ്റി. യേശുവിൽ അതാണ് ഉണ്ടായത്, ശിഷ്യന്മാരിൽ അതാണ് ഉണ്ടായത്. എന്താണോ ആവശ്യം, അവരെ ഭൂമിയിൽ എന്ത് രീതിയിൽ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനാവശ്യമുള്ള റിസോഴ്സസ് ഉണ്ടാകുക. ദാറ്റ്സ് ഓൾ. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കും. നൗ ഇനിയുള്ള ദിവസങ്ങളിൽ കുറേയധികം ദൈവവചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. അത് ഓരോന്നും കുറിച്ചെടുക്കണം, വെറുതെ എഴുതി വെച്ചാൽ പോലെ. അതിന് ശേഷം ആ ദിവസം മൊത്തം അതിരുന്ന് ധ്യാനിക്കണം. ഈ ഡാമിയൻ ബ്രദർ പറയുന്ന ഈ കാര്യം സത്യമാണോ? ബെരോവയിലുള്ളവർ, പൗലോസ് തന്നെ പറയാം, വളരെ ശ്രേഷ്ഠന്മാരായിരുന്നു. അവര് വചനം കേട്ടുകൊണ്ട് പോവുകയല്ല, ഇതങ്ങനെ തന്നെ തിരുവഴുത്തിലുണ്ടോ എന്ന് അവർ ക്രോസ് ചെക്ക് ചെയ്തു. അപ്പം ഞാനീ പറയുന്നത് സത്യമാണോ എന്ന് വചനത്തിൽ ക്രോസ് ചെക്ക് ഡാമിയൻ ബ്രദർ തെറ്റൊന്നും പറയില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് മാറ്റിവെക്കുകയല്ല ചെയ്യേണ്ടത്. കൂടുതൽ നമ്മളത് റെഫർ ചെയ്ത് മനസ്സിലാക്കണം. അങ്ങനെ ചില വചനങ്ങളിലേക്ക് നമ്മൾ ഓരോന്നായി നമ്മൾ കയറാൻ പോവുകയാണ്. സോ
ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് സ്പർശിച്ചായിരുന്നു 23-ാം സങ്കീർത്തനം. പക്ഷെ ഇന്ന് 23-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചോട്ടെ, എന്നോടൊപ്പം വായിക്കൂ, കൂടെ ഒരു സങ്കീർത്തനങ്ങൾ 23-ന്റെ 1 മുതൽ 6 വരെ. ഈ ഇടയ സങ്കീർത്തനം അല്ലെങ്കിൽ ഒരു അനാലജി അവിടെ കാണുന്നത്, ഷീപ്പ് ഷെപ്പേർഡ് അനാലജിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഒരു സെറ്റിങ്ങിലുള്ള ഒരു 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 ബ്യൂട്ടിഫുൾ ഗോൾഡൻ സാം ഓഫ് ഡേവിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദാവീദിന്റെ സുവർണ സങ്കീർത്തനം. ഒരു നോക്ക്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഈ NIV ട്രാൻസ്ലേഷൻ I lack nothing. ചില ട്രാൻസ്ലേഷൻ I shall not want. The Lord is my shepherd. കർത്താവ് എൻ്റെ ഇടയനാകുന്നു. I lack nothing. എനിക്കൊന്നിനും കുറവില്ല. ഇത് പറയുന്ന ഈ ആള് തുടക്കത്തിൽ സ്വന്തം വീട്ടിൽ തഴയപ്പെട്ടവൻ, മക്കളിൽ 8-ാമൻ, ഏറ്റവും ഇളയവൻ, ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ ഭയങ്കര ബോഡി ബിൽഡേഴ്സും ഒക്കെയാണ്. ആൻഡ് എല്ലാവരാലും തള്ളപ്പെട്ട ഈ മനുഷ്യൻ ഒരു പൊക്കണവും ഒരു സഞ്ചി 5 കല്ലും ഒരു വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ആട്ടിടയനായിട്ട് നടക്കുന്നൊരു കാലം. അവിടെ നിന്ന് ഏറ്റവും അവസാനം തൻ്റെ മരണത്തോടടുക്കുന്ന സമയത്തതിനു മുമ്പ് ദൈവത്തിന് വേണ്ടിയുള്ള ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജെറൂസലേം ദേവാലയം പണിയുന്നതിനാവശ്യമായി തൻ്റെ പേഴ്സണൽ ആസറ്റിൽ നിന്ന് ഇന്നത്തെ രീതിയിൽ എൻ്റെ ഓർമ്മ ശരിയാണ് ഏതാണ്ട് $5 billion US dollars വർത്ത് സാധനങ്ങൾ സ്വർണമായിട്ടും അതായിട്ടും ഇതായിട്ടും താൻ കൊടുത്തു. സ്ഥലം വാങ്ങി, ദേവാലയം പണിയാനുള്ള പ്ലോട്ട് മേടിച്ചു. അത് കൂടാതെ അതിൻ്റെ പണിക്കാവശ്യമായ ഒത്തിരി കാര്യങ്ങൾ സെറ്റ് ചെയ്തു. പണിതത് സോളമനാണ്, മോനാണ്. പക്ഷെ ഇത്രയും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് താനാണ്. അപ്പൊ ഈ ഒരു സഞ്ചിയുമായി 5 കല്ലും ഒരു വടിയുമായി നടന്നിരുന്ന ഈ ചെറുക്കനെ ദൈവം ഏത് ലെവലിൽ എത്തിച്ചു? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് കൺഫെഷൻ. ഒന്നുമില്ലായ്മയുടെ കാലത്തും ചില സമയത്തൊക്കെ ദാവീദിന് തൻ്റെ കൂടെയുള്ളവർക്കും ഭക്ഷണമില്ലാഞ്ഞിട്ട് കാഴ്ചയപ്പം എടുത്ത് തിന്നേണ്ടി വന്നിട്ടുണ്ട്. ചില സമയത്ത് റിക്വസ്റ്റ് അയച്ചു, ഒരിത്തിരി ബ്രെഡും ഒരിത്തിരി ഇതൊക്കെ ഒന്ന് തരണേ, ഞങ്ങൾക്ക് ഇവിടെ വിശന്നിട്ട് വയ്യ. അങ്ങനെയൊക്കെ നടന്ന കാലങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. But towards the end of his life, ദൈവം അവനെ ഒത്തിരി മാനിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. അവസാനം അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗൃഹവും എന്തുള്ളൂ. നമ്മൾ പാടും, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാടാറുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറയുന്നത്. The Lord is my shepherd, I lack nothing. ഭയങ്കരമായി പലതും ഇല്ലാത്തപ്പോഴും ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, അപ്പോഴും നമ്മൾ എന്ത് പറയണം? The Lord is my shepherd, I shall not want. ഞാൻ എൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പഠിച്ചിരുന്ന കാലത്തൊക്കെ ചില സമയത്ത് 2 സ്ലിപ്പ് റബ്ബർ ചെരുപ്പേ ഉള്ളൂ. ആ റബ്ബർ ചെരുപ്പ് ഇട്ട് നടന്ന് തള്ളവിരലിൻ്റെ അവിടെ 2 ഹോള്, ഉപ്പൂറ്റിയുടെ ഒരു 2 ഹോള്, മൊത്തം 4 ഹോളുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഉപ്പൂറ്റി മുഴുവൻ ടാർ റോഡിൽ ടച്ച് ചെയ്യും. 2 ബിഗ് ഈ ടോസും അതും ടച്ച് ചെയ്യും. അപ്പോൾ വേനൽക്കാലം ചില സമയത്ത് ടാറൊക്കെ ഇത്തിരി ഇളകി കിടക്കുവാണെങ്കിൽ അതിലൂടെ നടക്കുമ്പോൾ തുള്ളിയിട്ടുണ്ട്, ഓടി കടത്തിന്മേൽ കയറിയിട്ടുണ്ട്. അതുപോലെ നടന്നവനാണ് ഞാൻ. But the Lord is my shepherd, I lack nothing. എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, He makes me lie down in green pastures. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. He leads me beside quiet waters. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ സ്വസ്ഥതയുള്ള വെള്ളം എന്തിനാണ് ആടിന്? ടർബുലന്റ് വാട്ടേഴ്സ് അല്ലെങ്കിൽ ഇളകി മറിയുന്ന വെള്ളത്തിൽ ആടുകൾ കുടിക്കാൻ സാധ്യമല്ല. അതിന് കാരണം വായു മൂക്ക് അടുത്തിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. വേറെ ചില എക്സ്പെർട്ട് മൃഗങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷേ ആടുകൾക്ക് സാധ്യമല്ല. ഹി റിഫ്രഷസ് മൈ സോൾ. അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഓ, ഹി ഗൈഡ്സ് മീ അലോങ് ദ റൈറ്റ് പാത്സ് ഫോർ ഹിസ് നെയിംസ് സേക്ക്.
തിരുനാമം നിമിത്തം അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. Even though I walk through the darkest valley, I will fear no evil, for you are with me. Your rod and your staff, they comfort me. അപ്പോൾ അവിടെ പറയുന്ന കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടില്ല, കാരണം നീ എന്നോടുകൂടി ഇരിക്കുന്നു. The key to prosperity, or the secret behind his prosperity, was the presence of God in his life. ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് നിറഞ്ഞിരിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ ആരാധകനാണ്. ദൈവത്തെ കൊണ്ടാണ് അവൻ നടക്കുന്നത്. ആൻഡ് ഹിസ് ഹാർട്ട് വാസ് ട്യൂൺഡ് ആൻഡ് അലൈൻഡ് ടു ദ ഹാർട്ട് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ഇവനെ പറയുന്നത് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെയും ഇവൻ്റെയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഒക്കെ കറക്റ്റാണ്. Then I will fear no evil, for you are with me. Your rod and your staff, they comfort me. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. You prepare a table before me in the presence of my enemies. എൻ്റെ ശത്രുക്കൾ മുമ്പാകെ നീ എനിക്ക് മേശ ഒരുക്കുന്നു. ശത്രുക്കൾ ഒത്തിരി ഉണ്ട്, പക്ഷെ കർത്താവാണ് കാര്യം ചെയ്യുന്നത്. You anoint my head with oil. എൻ്റെ തലയവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. My cup overflows. ഇതിങ്ങനെ കവിഞ്ഞൊഴുകുന്നത് പോലെ ദൈവം ഇങ്ങനെ പോർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒഴുകുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. And finally he says, surely your goodness and love will follow me all the days of my life. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. And I will dwell in the house of the Lord forever. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇതിൽ നിന്ന് ഞാൻ മൊത്തത്തിന് അനലൈസ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ: പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ, റിഫ്രഷ്മെൻറ്റ്, ഗൈഡൻസ്, comfort, victory, overflow, anointing, goodness, love, mercy, eternal life, and all other things. ഇതെല്ലാം ഇതിനകത്തോട് അടക്കം ചെയ്തിട്ടുണ്ട്. വാവ്, ഹോ 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 ഹോ, വാവ് 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 വാവ്. എത്ര പേർക്ക് ഇന്ന് ആഗ്രഹമുണ്ട് ദൈവത്തെ ഷെപ്പേർഡാക്കി മാറ്റാൻ? കർത്താവേ, ഞാൻ നിന്റെ കൈക്കലെ ആടാണ്. You are my shepherd. You are my shepherd. എത്ര പേര് പറയും? അപ്പൊ ദൈവത്തിൽ നിന്നുള്ളൊരു നിറവ്, ദൈവത്തിൽ നിന്നുള്ള സപ്ലൈ, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൽ നിന്നുള്ള റിഫ്രഷ്മെന്റ് പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഗൈഡൻസ് അവനെന്നെ നടത്തുന്നു. അവൻ്റെ കംഫർട്ട്, അവൻ ശത്രുക്കളുടെ മേൽ നൽകുന്ന ജയം, ഒരു നിറഞ്ഞ കവിഞ്ഞുള്ള ഒരു ഒഴുക്ക്, അഭിഷേകം, അവൻ്റെ നന്മ, കരുണ, നിത്യകാലം വസിക്കും, നിത്യജീവൻ തുടങ്ങി സകലവും കർത്താവിടേനാകുമ്പോൾ നമുക്ക് ലഭിക്കും. ആദിമകാലത്ത് അരിഷ്ടതകളുണ്ടെങ്കിലും അന്ത്യം മനോഹരമാക്കി മാറ്റും. ആരോട്? പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. എഴുതി വെച്ചു, ലൈവ് ചാറ്റിലിട്ടു. ആദിമകാലത്ത് അരിഷ്ടതകളിലൂടെ പോയാലും കഷ്ടതകളിലൂടെ പോയാലും അന്ത്യം മനോഹരമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നിന്നോടൊപ്പം ഉണ്ട്. വിശ്വാസമായില്ലേ? ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറഞ്ഞേ. ഓ ഹല്ലേലൂയ. നിന്റെ അവസാനം ഏറ്റവും ദാവീദിന്റെ ലൈഫിൽ അങ്ങനെയായിരുന്നു. തുടക്കത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, കഷ്ടതകൾ. ഇതാ കരടി വരുന്നു, സിംഹം വരുന്നു, ഗോലിയാത്ത് വരുന്നു, ശത്രുക്കൾ ആയിരമായിരമായി പാളയമിറങ്ങുന്നു. ഒത്തിരി കഷ്ടതകളിലൂടെ പോയി. പക്ഷെ അവസാനം അവൻ്റെ അന്ത്യം മധുരമാക്കി മാറ്റി. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങളെ ഇന്നും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൈകൾ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. ഇപ്പോൾ കർത്താവെ, ദൈവകൃപ എല്ലാവരിലും വ്യാപരിക്കട്ടെ. കണ്ണിൻ്റെ പ്രയാസങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. കണ്ണിൻ്റെ കാഴ്ച, അങ്ങനെയുള്ളതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. അതോടൊപ്പം കേൾവി ശക്തിയിലും പാർഷ്യൽ ഹിയറിംഗ് ഒക്കെ ഉള്ള ചിലത് തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ജീസസ് നെയിം. അതുപോലെ നട്ടെല്ലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ നട്ടെല്ലിൻ്റെ ഡിസ്കുകൾക്കിടയിലുള്ള പ്രൊലാപ്സ്, ബൾജ്, അങ്ങനെയുള്ളതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിലുള്ള നീര്, ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലെ നീര് വറ്റിപ്പോട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്കായി കുഞ്ഞുങ്ങൾ വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു.
വിദ്യാഭ്യാസ നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വാഹനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇതിനെല്ലാത്തിനും അനുഗ്രഹം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ ദയവായി പ്രയർ ലൈനിൽ വിളിക്കുക. സോ സീ ടുമോറോ. ബൈ. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ calendars on November 8th and 9th at Blessing Today International Church and we will see you there.